ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 65-ാം അധ്യായം സൂറത്ത് ത്വലാഖാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ അവസാന ആയത്ത്, അതായത് 12-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ഈ ഒരു ആയത്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുല്ലസീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുന്ന യതനസ്സലുൽ അംറു ബൈനഹുന്ന ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീറുൻ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുവാൻ അള്ളാഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചു. ആരൊക്കെയാണോ ആ ഒരു നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നത്, അവർക്ക് താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകൾ സമ്മാനമായി ലഭിക്കും, പ്രതിഫലമായി ലഭിക്കും എന്ന കാര്യം. ഈ ഒരു അവസാന ആയത്തിൽ അള്ളാഹു പറയുന്നു, അല്ലാഹുല്ലസീ ഖലഖ സബ്അ സമാവാത്തിൻ. അള്ളാഹുവാണ്, അല്ലെങ്കിൽ അള്ളാഹു. അല്ലസീ ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു. അതിന് മുമ്പിൽ അല്ലസീ എന്ന് ചേർക്കുമ്പോൾ അങ്ങനെയുള്ളവൻ, അങ്ങനെയുള്ളവനായ എന്നർത്ഥം കിട്ടും. അല്ലസീ എന്നുള്ളതിന് ഇസ്മു മൗസൂല എന്നാണ് പറയുക. അപ്പോൾ അല്ലസീ ഖലഖ, സൃഷ്ടിച്ചവൻ. അല്ലാഹുല്ലസീ ഖലഖ, അള്ളാഹുവാണ് സൃഷ്ടിച്ചവൻ. എന്തിനെ? സബ്അ സമാവാത്ത്. സബ്അ എന്ന് പറഞ്ഞാൽ 7, സമാവാത്ത് എന്ന് പറഞ്ഞാൽ ആകാശങ്ങൾ. സമാഉൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് സമാവാത്ത്, ആകാശങ്ങൾ. വമിനൽ അർളി, വാവ് അത്ഫിൻ്റെ വാവാണ്. അതുമാത്രമല്ല ഇനി പറയുന്നതും. മിനൽ അർളി, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, അർദ് ഭൂമി. വമിനൽ അർളി, ഭൂമിയിൽ നിന്നും. മിസ്ല ഹുന്ന, മിസ്ല എന്ന് പറഞ്ഞാൽ പോലെ, ഹുന്ന എന്ന് പറഞ്ഞാൽ അവ. മിസ്ല ഹുന്ന, അവ പോലെ. സ്ത്രീലിംഗ രൂപത്തിൽ പറയുമ്പോഴാണ് ഹുന്ന എന്ന് ഉപയോഗിക്കുക. പുല്ലിംഗ രൂപത്തിലാണെങ്കിൽ ഹും എന്ന് പറഞ്ഞാലും ഹുന്ന എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. അവർ അല്ലെങ്കിൽ അവ എന്നൊക്കെ ബഹുവചന രൂപത്തിൽ പറയുമ്പോൾ. അപ്പോൾ മിസ്ല ഹുന്ന, അവ പോലെ. അതുവരെയുള്ള ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം, അല്ലാഹുല്ലസീ ഖലഖ സബ്അ സമാവാത്തിൻ വമിനൽ അർളി മിസ്ലഹുന്ന. അള്ളാഹുവാണ് 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവൻ, ഭൂമിയിൽ നിന്ന് അവ പോലെയുള്ളവയും. യതനസ്സലുൽ അംറു ബൈനഹുന്ന. യതനസ്സലു, തനസ്സല എന്ന് പറഞ്ഞാൽ ഇറങ്ങി എന്നാണ്, അവതരിച്ചു. യതനസ്സലു, ഇറങ്ങും, അവതരിക്കും. തനസ്സല എന്ന് പറയുമ്പോൾ മാളിയാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലക്രിയയാണ്. കഴിഞ്ഞ കാലത്ത് സംഭവിക്കുന്ന പോലെ പറയാൻ, അവതരിച്ചു, ഇറങ്ങി എന്നൊക്കെ പറയാൻ. യതനസ്സലു എന്നാകുമ്പോൾ മുളാരി, ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത്, വർത്തമാനകാലക്രിയ എന്ന് പറയും, അല്ലെങ്കിൽ ഭാവി കാലക്രിയ. രണ്ടിനും അറബിയിൽ ഒരൊറ്റ രൂപമാണ്. അപ്പോൾ യതനസ്സലു, അവതരിക്കും, അല്ലെങ്കിൽ ഇറങ്ങും, അല്ലെങ്കിൽ അവതരിക്കുന്നു, അല്ലെങ്കിൽ ഇറങ്ങുന്നു. യതനസ്സലുൽ അംറു, എന്താണ് ഇറങ്ങുന്നത്, എന്താണ് അവതരിക്കുന്നത്? അൽ അംറു, അംറു എന്ന് പറഞ്ഞാൽ കൽപ്പന, കൽപ്പനാ നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ കാര്യം എന്നൊക്കെ അർത്ഥം കൊടുക്കാം. യതനസ്സലുൽ അംറു, കൽപ്പന അവതരിക്കും, അല്ലെങ്കിൽ കൽപ്പന അവതരിക്കുന്നു. ബൈനഹുന്ന, ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ, ഹുന്ന എന്ന് പറഞ്ഞാൽ അവ. ബൈനഹുന്ന, അവക്കിടയിൽ എന്ന് പറഞ്ഞാൽ ആ ആകാശങ്ങളുടെയും ഭൂമികളുടെയും ഇടയിൽ എന്നർത്ഥം. ലി തഅലമൂ, അലിമ അറിഞ്ഞു, യഅലമു അറിയും, അറിയുന്നു. തഅലമു നീ അറിയും, നീ അറിയുന്നു. തഅലമൂന നിങ്ങൾ അറിയും, നിങ്ങൾ അറിയുന്നു. അതിൻ്റെ മുമ്പിൽ ലീ ചേർക്കുമ്പോൾ അവസാനത്തെ നൂന് പോവും. ലി തഅലമൂ, നിങ്ങൾ അറിയുന്നതിന് വേണ്ടി. ശരിക്കും അവിടെ ലി അൻ എന്നുണ്ട്, ലി അൻ തഅലമു എന്നാണ്. അൻ മറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ലി തഅലമു, നിങ്ങൾ അറിയുന്നതിന് വേണ്ടി, നിങ്ങൾ അറിയുവാൻ വേണ്ടി. എന്തറിയാൻ? അന്നല്ലാഹ, അന്ന നിശ്ചയമായും, തീർച്ചയായും, ഉറപ്പായും. അല്ലാഹ അല്ലാഹു, അന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു, തീർച്ചയായും അല്ലാഹു. അലാ കുല്ലി ഷൈഇൻ, അലാ മേൽ, കുല്ലി എല്ലാം, ഷെയ് കാര്യം. അലാ കുല്ലി ഷെയ്ഇൻ എല്ലാ കാര്യങ്ങളുടെയും മേൽ, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും. ഖദീറുൻ കഴിവുള്ളവനാണ്. ഖദറ കഴിഞ്ഞു, ഖദീർ അങ്ങേയറ്റം കഴിവുള്ളവൻ. ഖാദിർ കഴിവുള്ളവൻ, ഖദീർ അങ്ങേയറ്റം കഴിവുള്ളവൻ.
അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. വ അന്നല്ലാഹ, ഇനി അത് മാത്രമല്ല ഇനി പറയുന്നതും എന്നർത്ഥത്തിൽ വന്നതാണ് വാവ്, അത്തഫിൻ്റെ വാവാണ്. വ അന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു, ഖദ് തീർച്ചയായും, ഖദ് എന്നുള്ളത് മാളിയായ ഒരു പദത്തിൻ്റെ മുമ്പിൽ ചേർക്കുമ്പോൾ തീർച്ചയായും എന്നുള്ള അർത്ഥം കിട്ടും. മുലാരിയുടെ മുമ്പിലാണെങ്കിൽ ഏറെക്കുറെ എന്നുള്ള അർത്ഥം കിട്ടും. അപ്പോൾ ഇവിടെ അഹാത്ത എന്നുള്ളത് മാളിയായ പദമാണ്. വലയം ചെയ്തു, ചുറ്റി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഖദ് അഹാത്ത, തീർച്ചയായും വലയം ചെയ്തിട്ടുണ്ട്, തീർച്ചയായും ചുറ്റിയിട്ടുണ്ട്. എന്തിനെ? ബി കുല്ലി ഷെയ്ഇൻ, കുല്ലു ഷെയ് എല്ലാ കാര്യവും, ബി കുല്ലി ഷെയ്ഇൻ എല്ലാ കാര്യത്തിനെയും, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനെയും പറ്റി, എല്ലാ കാര്യത്തിനെയും കൊണ്ട്. എന്ത്? ഇൽമാ അറിവ്, അള്ളാഹുവിൻ്റെ അറിവ്. വ അന്നല്ലാഹ ഖദ് അഹാത്ത ബി കുല്ലി ഷെയ്ഇൻ ഇൽമാ, എല്ലാ കാര്യത്തിനെയും തീർച്ചയായും അള്ളാഹുവിൻ്റെ അറിവ് വലയം ചെയ്തിട്ടുണ്ട്. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം അള്ളാഹുല്ലസി ഖലഖ സബ്അ സമാവാത്തിൻ വമിനൽ അർളി മിസ്ലഹുന്ന, അള്ളാഹുവാണ് 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവൻ, ഭൂമിയിൽ നിന്ന് അവയെ പോലെയുള്ളതും. യതനസ്സലുൽ അംറു ബൈനഹുന്ന ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീറുൻ വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ, തീർച്ചയായും എല്ലാ കാര്യത്തെയും അള്ളാഹുവിൻ്റെ അറിവ് വലയം ചെയ്തിട്ടുണ്ട് എന്നും തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്നും നിങ്ങൾ അറിയുന്നതിന് വേണ്ടി അവക്കിടയിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അവതരിക്കുന്നു. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. നോക്കൂ, നിങ്ങൾ ഈ ഒരു സൂറത്ത് അവസാനിക്കുകയാണല്ലേ. സൂറത്തിൻ്റെ തുടക്കം മുതൽ ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ത്വലാഖുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിയമനിർദ്ദേശങ്ങളും മറ്റുമൊക്കെയാണ്. ഇവിടെ തൊട്ട് മുമ്പത്തെ 11-ാമത്തെ ആയത്തിൽ ഈ നിയമനിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന റസൂലിനെ ഒന്ന് പരിചയപ്പെടുത്തി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് പരിചയപ്പെടുത്തി. അവസാന ആയത്തെത്തിയപ്പോൾ എന്തുകൊണ്ട് അങ്ങനെയുള്ള നിയമനിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്, അങ്ങനെ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്, ഏതൊരു അള്ളാഹുവാണ് ഇത്തരം നിയമങ്ങൾ നൽകുന്നത്, ഈ കാര്യങ്ങൾക്കുള്ള കൃത്യമായ ഒരു വിശദീകരണമാണ് അവസാനത്തെ ആയത്തിൽ നൽകുന്നത്. ഇത് ആരുടെയെങ്കിലും നിയമമല്ല. ത്വലാഖുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പറഞ്ഞു, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്കെല്ലാം പറഞ്ഞു തരുന്നതെന്നൊക്കെ പറഞ്ഞു. ഇനി ആ നിയമങ്ങളുടെ പ്രത്യേകത എന്താണ്, ആരാണ് ആ നിയമങ്ങൾ നൽകുന്നവൻ, ആ അള്ളാഹു എങ്ങനെയുള്ള അള്ളാഹുവാണ്, ആ നിയമങ്ങൾ നമ്മൾ പാലിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്, അതാണ് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്. അല്ലാഹുല്ലസീ ഖലഖ സബ്അ സമാവാത്തിൻ വമിനൽ അർളി മിസ്ലഹുന്ന, ഈ നിയമങ്ങളൊക്കെ നൽകുന്ന അള്ളാഹു ഉണ്ടല്ലോ, ആ അള്ളാഹു 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനായ അള്ളാഹുവാണ്. അപ്പോൾ നമ്മൾ ഈ ജീവിക്കുന്ന ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന, മുകൾ ഭാഗത്തേക്ക് നോക്കിയാൽ കാണുന്ന ആകാശം ഉണ്ടല്ലോ, രാത്രിയായാലും നക്ഷത്രങ്ങളെയൊക്കെ കാണുന്നത്, ആ ഒരു ആകാശം 1-ാം ആകാശമാണ്. അതുപോലെ ഇനിയും ആകാശങ്ങൾ 6 വേറെ ഉണ്ട്. അത് എവിടെയാണ്, എങ്ങനെയാണ് എന്നൊന്നും കൂടുതലായിട്ട് നമുക്കറിയില്ല. ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ പഠനം നടത്തി പല രൂപത്തിലും ഇതിന് പുറമേ മറ്റ് ആകാശങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റ് ലോകങ്ങളുണ്ട്. ആ ആകാശങ്ങൾ ഒരു ബ്രെഡിൻ്റെ ഓരോ ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ അടുക്കി വെച്ച പോലെ അങ്ങനെയാവാം, അല്ലെങ്കിൽ നടുഭാഗത്തൊന്നും അതിൻ്റെ ചുറ്റിലും പൊതിഞ്ഞുകൊണ്ടുള്ള രൂപത്തിൽ അങ്ങനെ 6 വേറെ ആവാം. ഇങ്ങനെ ഈ രൂപത്തിലൊക്കെ പല പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. നമുക്കറിയില്ല കൃത്യമായിട്ട് എങ്ങനെയാണ് 7 ആകാശങ്ങളെ അള്ളാഹു സംവിധാനിച്ചതെന്ന് നമുക്കറിയില്ല. കാരണം ഇന്ന് ശാസ്ത്രം പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പഠനങ്ങളും ഈ 1-ാം ആകാശത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ 1-ാം ആകാശത്തിൻ്റെ അതിർത്തി തന്നെ ആർക്കും അറിയില്ല. എവിടം വരെയാണ് ഈ 1-ാം ആകാശം, ആ 1-ാം ആകാശത്തിൻ്റെ അപ്പുറത്ത് എന്താണ്, ഈ 1-ാം ആകാശത്തിൻ്റെ അതിർത്തിയിലേക്ക് എത്തിയാലല്ലേ അതിൻ്റെ അപ്പുറത്തിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. 1-ാം ആകാശത്തിൻ്റെ അതിർത്തി പോലും ആർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. വളരെ കുറച്ച്, ഭൂമിയോട് വളരെ അടുത്ത കുറച്ച് സ്ഥലങ്ങളിലുള്ള ഗ്രഹങ്ങളെക്കുറിച്ചും ഉപഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ മാത്രമാണ് പഠനം നടത്താൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം എന്നൊക്കെ പറയുന്നത് ശരിക്കും ഈ ഒരു ഒന്നിച്ചുള്ള യൂണിവേഴ്സിൻ്റെ, ഒന്നിച്ചുള്ള പ്രപഞ്ചത്തിൻ്റെ വലുപ്പെടുത്തി നോക്കുമ്പോൾ ആ അകലമൊക്കെ വളരെ കുറവാണ്. അവിടുന്നും അങ്ങോട്ട് എത്രയോ അകലങ്ങൾ വേറെ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്നും ചിന്തിക്കാൻ പോലും, അതിനെക്കുറിച്ച് പഠനം നടത്താൻ മനുഷ്യനെ കൊണ്ട് ഇന്ന് വരെ ആയിട്ടില്ല. ആ മനുഷ്യൻ എങ്ങനെയാണ് ഈ ഒരു 1-ാം ആകാശത്തിൻ്റെ അപ്പുറത്തുള്ള മറ്റ് ആകാശങ്ങളെക്കുറിച്ച് പഠനം നടത്തുക? ഇപ്പോൾ അതിന് സാധ്യമല്ല, ഇപ്പോൾ അതിന് കഴിഞ്ഞിട്ടില്ല, മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അള്ളാഹു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സബ്അ സമാവാത്ത്, 7 ആകാശങ്ങൾ.
അതുകൊണ്ട് ആ 7 ആകാശങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത് എങ്ങനെയാണ്, എവിടെയാണ്, ഏത് രൂപത്തിലാണ് എന്നുള്ളത് മനുഷ്യൻ്റെ അറിവിൽ ഇതുവരെ പെട്ടിട്ടില്ല, അല്ലെങ്കിൽ മനുഷ്യന് പഠനം നടത്താൻ സാധിച്ചിട്ടില്ല. ഇനി അതിനോടൊപ്പം ചേർത്തുകൊണ്ട് അള്ളാഹു പറയുന്നു വമിനിൽ അർദി മിസ്ലഹുന്ന, ഭൂമിയിൽ നിന്ന് അതുപോലെയുള്ളവ എന്ന് പറയുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മുഫസ്സിരീങ്ങളും അഭിപ്രായപ്പെട്ടത് 7 ഭൂമികൾ ഉണ്ടാകാം, അതിൻ്റെ സാധ്യതയാണ് ഇവിടെ പറയുന്നത്. 7 ആകാശങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഭൂമിയിൽ നിന്ന് അവ പോലെയുള്ളവ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് അതുപോലെയുള്ള 7 എണ്ണം എന്നാണ് ഉദ്ദേശിച്ചത് എന്നാണ് കൂടുതൽ മുഫസ്സിരീങ്ങളും അഭിപ്രായപ്പെട്ടത്. എന്നാൽ അങ്ങനെയല്ലാത്ത അഭിപ്രായങ്ങളും ഉണ്ട്. അതുപോലെ ഭൂമിയെയും സൃഷ്ടിച്ചു എന്നുള്ള രൂപത്തിലൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ എവിടെയും വ്യക്തമായി 7 ഭൂമികൾ എന്ന പദപ്രയോഗമില്ല, സബ്അ അർദീന എന്നുള്ള രൂപത്തിലുള്ള പദപ്രയോഗമില്ല. അതേസമയത്ത് ഹദീസിൽ വന്നിട്ടുണ്ട് 7 ഭൂമികൾ എന്നുള്ള പദപ്രയോഗം വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഭൂമികൾ എവിടെയായിരിക്കും, എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ, അവിടെ എന്തൊക്കെയാണ് ഉള്ളത്, ജീവജാലങ്ങളുണ്ടോ, ഒന്നും നമുക്ക് നമ്മുടെ അറിവിൽ പെട്ടതല്ല, അല്ലെങ്കിൽ നമ്മുടെ അറിവിൽ ആ കാര്യങ്ങളൊന്നും പഠനത്തിൽ വന്നിട്ടില്ല. നമുക്കതിനെക്കുറിച്ചൊന്നും ഒരു അറിവും ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ വിശദീകരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു പക്ഷേ ഭാവിയിൽ വരുന്ന തലമുറ ഇതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തി കണ്ടെത്തിയേക്കാം, അല്ലാഹു ആലം. ഏതായാലും നിലവിൽ ഈ ഒരു ഭൂമിയെക്കുറിച്ച് തന്നെ മുഴുവനായിട്ട് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ഭൂമിയുടെ കൃത്യം നടുഭാഗത്ത് എന്താണ് അവസ്ഥ എന്നൊന്നും അവിടെ പോയി നോക്കാനോ അല്ലാത്ത രൂപത്തിൽ കൃത്യമായി മനസ്സിലാക്കാനോ സാധിച്ചിട്ടില്ല. പ്രവചനങ്ങളുണ്ട്, പല പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്, എങ്കിലും കൃത്യമായി അതിൻ്റെ നടുഭാഗത്ത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നും പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ആകാശത്തിൻ്റെ അതിർത്തിയിലേക്കൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഏതായാലും അള്ളാഹു ഇവിടെ പറയുന്നു 7 ആകാശങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചു, ഭൂമിയെയും സൃഷ്ടിച്ചു. അപ്പോൾ നമ്മൾ നോക്കണം, ഇതൊക്കെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിയുമെങ്കിൽ, ആ അള്ളാഹുവാണ് അതെല്ലാം പരിപാലിച്ച് കൊണ്ടു നടക്കുന്നതെങ്കിൽ, ആ അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കുകയും അവൻ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യണ്ടേ? അള്ളാഹു ഈ ആകാശഭൂമികൾക്കിടയിൽ അവൻ്റെ കൽപ്പനകൾ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു, കൽപ്പനകൾ ഇറക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവയ്ക്കുള്ള നിയമങ്ങൾ അള്ളാഹു ഇറക്കി കൊടുക്കുന്നു. ആകാശത്തിൻ്റെ നിയമങ്ങൾ, ആകാശത്തിലുള്ള ഗ്രഹങ്ങളുടെ നിയമങ്ങൾ, സൂര്യൻ എങ്ങനെ സഞ്ചരിക്കണം, ചന്ദ്രൻ എങ്ങനെ സഞ്ചരിക്കണം, ഭൂമി എങ്ങനെ സഞ്ചരിക്കണം, എങ്ങനെ കറങ്ങണം, എല്ലാം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ടും അതനുസരിച്ചുകൊണ്ടും അത് പാലിച്ചുകൊണ്ടുമാണ് സർവ്വചരാചരങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന് മാത്രമാണ് അതിൽ അള്ളാഹു നൽകുന്ന നിയമങ്ങൾ പാലിക്കണോ വേണ്ടേ എന്നുള്ള തീരുമാനമെടുക്കാൻ വേണ്ടി അനുവാദം നൽകിയിട്ടുള്ളത്. അതിലും തന്നെ പരിമിതികളുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾ വളരുന്നത് അത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചാണ്. നമ്മുടെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചാണ്. നമ്മളല്ല അതൊന്നും നിയന്ത്രിക്കുന്നത്. നമ്മുടെ ശ്വാസകോശത്തെ നിയന്ത്രിക്കുന്നത് നമ്മളല്ല. നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയെ, നമ്മുടെ കോശങ്ങളുടെ വളർച്ചയെ, ഇതിനൊന്നും നിയന്ത്രിക്കുന്നത് നമ്മളല്ല. അപ്പോൾ നമ്മളുടെ മനസ്സിലുള്ള ചിന്തകൾക്ക് മാത്രമാണ് അള്ളാഹു ഒരു സ്വാതന്ത്ര്യം നൽകിയത്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് നന്മയും തിന്മയും തിരഞ്ഞെടുത്ത് ജീവിക്കാം. തിന്മയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ശിക്ഷ ലഭിക്കും, നന്മയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം ലഭിക്കും, കൂലി ലഭിക്കും, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോവാം എന്നുള്ള രൂപത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നിയമനിർദ്ദേശങ്ങൾ ഇറക്കുന്നത് ഒരു മനുഷ്യന് മാത്രമല്ല, ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാറ്റിനും. അപ്പോൾ ആകാശത്തുള്ള സർവ്വചരാചരങ്ങളും, ആകാശങ്ങളിലും ഭൂമികളിലുമൊക്കെയുള്ള അവയ്ക്കിടയിലുള്ള ഏത് ഗ്രഹമാകട്ടെ, മറ്റുള്ള സൂക്ഷ്മാണുക്കളാവട്ടെ, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും പറ്റാത്തതുമായ എല്ലാ ജീവജാലങ്ങളും, ജീവനില്ലാത്തവയും എല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാം നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമാണ്. അതാണ് അള്ളാഹു യതനസ്സലുൽ അംറു ബൈനഹുന്ന, ആകാശങ്ങളുടെയും ഭൂമികളുടെയും ഇടയിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അവയ്ക്കൊക്കെ, അതിനിടയിലുള്ള എന്തൊക്കെ സംഗതികളുണ്ടോ അതൊക്കെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് അവയൊക്കെ ജീവിക്കുന്നത്, അവയ്ക്ക് നിലനിൽക്കുന്നത്. അപ്പോൾ മനുഷ്യ, നീ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന കൃത്യമായ ഒരു സൂചനയാണ്, കൃത്യമായ നിർദ്ദേശമാണ് അള്ളാഹു അവിടെ നൽകുന്നത്. അമ്ര എന്നുള്ള ഈ ഒരു വാക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളാണ്. ഈ ഒരു സൂറത്തിൽ തന്നെ 8 പ്രാവശ്യം അത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു രൂപം മാറ്റിയിട്ട് ഒന്നും കൂടെ 9 തവണ എന്ന് വേണമെങ്കിൽ പറയാം. കൃത്യമായി അമ്ര എന്നുള്ള രൂപത്തിൽ 8 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്.
എന്നിട്ട് അള്ളാഹു പറയാണ് അന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന് ലി തഅലമു, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന് മനസ്സിലാക്കാൻ സാധാരണ ബുദ്ധി മതി. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുകയും അത് നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു കൃത്യമായിട്ട് പറയുന്നത്. അതിനാണ് അള്ളാഹു ഈ ആകാശഭൂമികളേക്ക് അള്ളാഹുവാണ് സൃഷ്ടിച്ചവനെന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കുവാൻ, അനുസരിക്കാൻ ബാധ്യതയുണ്ട് എന്ന് നിങ്ങളെ പഠിപ്പിക്കാനാണ്. അത് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ലി തഅലമു അന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിങ്ങൾ അറിയാൻ വേണ്ടി. എന്ത്? അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി. അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ശരിക്കവിടെ അന്നല്ലാഹ ഖദീറുൻ അലാ കുല്ലി ഷൈഇൻ എന്നാണ്. അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, ഖദീറുൻ, കഴിവുള്ളവനാണ്. എന്തിന്? അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും. അങ്ങനെയാണ് ശരിക്കും വാചകം. പക്ഷേ അവിടെ അതിൻ്റെ ആ അലാ കുല്ലി ഷൈഇനെ ഒന്ന് മുന്തിച്ചു, അതിനെ മുന്നോട്ടിട്ടു, അതിന് പ്രാധാന്യം കൂട്ടി. അന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു, അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അപ്പോൾ എല്ലാ കാര്യത്തിനും എന്നുള്ളതിനെ ഒന്ന് പ്രാധാന്യം കൊടുത്തു പറഞ്ഞു. മാത്രമല്ല വ അന്നല്ലാഹ ഖദ് അഹാത ബി കുല്ലി ഷൈഇൻ ഇൽമാ, അള്ളാഹുവിൻ്റെ അറിവ് എല്ലാ കാര്യങ്ങളെയും വലയം ചെയ്തിരിക്കുന്നു. എല്ലാ കാര്യത്തിൻ്റെയും മേലെ അള്ളാഹുവിൻ്റെ അറിവുണ്ട്. അള്ളാഹുവിൻ്റെ അറിവില്ലാത്തൊരു സംഗതിയുമില്ല. കാരണം അള്ളാഹുവാണ് എല്ലാം സൃഷ്ടിച്ചതെന്നുണ്ടെങ്കിൽ എല്ലാറ്റിനെക്കുറിച്ചും അള്ളാഹുവിനെ അറിയാമല്ലോ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അറിവ് എല്ലാറ്റിനെയും വലയം ചെയ്തിരിക്കുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഈ ഒരു ആയത്തിൽ, അവസാന ആയത്തിൽ 3 കാര്യങ്ങളാണ് അള്ളാഹു എടുത്തു പറഞ്ഞത്. ഒന്ന് അമ്രാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ. 2 ഖദറാണ്, അള്ളാഹുവിൻ്റെ കഴിവ്. 3 ഇൽമാണ്, അള്ളാഹുവിൻ്റെ അറിവ്. ഈ 3 കാര്യങ്ങളാണ് അള്ളാഹു ഈ ഒരു അവസാനത്തെ ആയത്തിൽ എടുത്തു പറഞ്ഞത്. അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ അറിവ് എല്ലാറ്റിൻ്റെയും മേലെയുണ്ട്. അള്ളാഹുവിൻ്റെ കഴിവ്, എന്തും ചെയ്യാനുള്ള കഴിവ് അള്ളാഹുവിനുണ്ട്. അങ്ങനെ ഒരു കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. എല്ലാറ്റിനെയും അറിയുക എന്നുള്ളത്, എല്ലാറ്റിൻ്റെയും സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും ആഴത്തിൽ അറിയുക, എല്ലാം അറിയുക എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനൊരു അറിവ് അത് വേറൊരാൾക്കും ഇല്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ഒരു അഗാധമായ അറിവും അള്ളാഹുവിൻ്റെ എല്ലാറ്റിനുമുള്ള കഴിവും, അതുപോലെ തന്നെ അള്ളാഹു നിയമനിർദ്ദേശങ്ങൾ ഇറക്കിയിട്ടാണ് ഇവിടെ എല്ലാം നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം, അള്ളാഹുവിൻ്റെ അമ്ർ. ഈ 3 കാര്യങ്ങളാണ് അള്ളാഹു ഈ ഒരു അവസാനത്തെ ആയത്തിൽ കൃത്യമായി മനുഷ്യനോട് പറയുന്നത്. അതുകൊണ്ട് ഇതുവരെ പറഞ്ഞ നിയമനിർദ്ദേശങ്ങളൊക്കെ, തൊലാഖിൻ്റെ നിയമങ്ങളും അല്ലാത്ത നിയമങ്ങളുമൊക്കെ മനുഷ്യ നീ പാലിക്കേണ്ടതുണ്ട്. അത് പാലിക്കാൻ നീ ബാധ്യസ്ഥനാണ്. കാരണം അള്ളാഹുവാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്. അള്ളാഹുവിനെല്ലാം കഴിവുണ്ട്, എല്ലാറ്റിനെക്കുറിച്ചും അള്ളാഹുവിന് അറിവുമുണ്ട്. അതുകൊണ്ട് ഈ നിയമനിർദ്ദേശങ്ങളെല്ലാം നീ പാലിക്കാൻ ബാധ്യസ്ഥനാണ് എന്നൊരു മനുഷ്യൻ്റെ മനസ്സിൽ കൃത്യമായൊരു അംഗീകാരം ഉണ്ടാക്കുകയാണ്. ഒരാൾക്കും പിന്നെ സംശയമില്ല, എന്തിനാണ് ഇപ്പോൾ ഞാൻ അള്ളാഹു പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കേണ്ടതുണ്ടോ? അങ്ങനെ എനിക്ക് നിർദ്ദേശങ്ങളൊക്കെ തരാൻ ആരാണ് ഈ അള്ളാഹു? അതിനുള്ള കൃത്യമായ വിശദീകരണവും മറുപടിയുമാണ് ഈ ഒരു ആയത്തിൽ. ഇനി നമുക്ക് ഈ ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. അള്ളാഹുല്ലസി ഖലഖ സബ്അ, സബ്അ എന്നുള്ളിടത്ത് ബാഇന് സുക്കൂന്, കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയണം. സബ്അ എന്ന് പറഞ്ഞു പോയാൽ പോരാ, സബ്അ, ബ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ഖുത്തുബുജദ്, ഖാഫ്, ത്വാ, ബാ, ജീം, ദാല്, ഈ 5 അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിന് സുക്കൂന് വന്നാലും അതിനെടുത്ത് പറയണം, ഒന്ന് ഗൗരവത്തിൽ പറയണം. അപ്പോൾ സബ്അ. സമാവാത്തിൻ എന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനത്തിൽ തൻവീനുണ്ട്, ശേഷം വരുന്നത് വാവാണ്. തൻവീനിന് ശേഷം വാവ് വന്നാൽ ആ തൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കണം, മണിക്കണം. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ സമാവാത്തിൻ വ, സമാവാത്തിൻ വ. വമിനൽ അർദി മിസ്ലഹുന്ന, നൂനിൻ്റെ ശബ്ദ മണിക്കണം. യതനസ്സലുൽ അംറു ബൈനഹുന്ന, അവിടെ ഈ നൂനിൻ്റെ ശബ്ദ മണിക്കുക. ലി തഅലമൂ അന്ന, ലി തഅലമൂ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു മദ് കാണാം. അന്ന എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസയും. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്താണ് വന്നത്, എന്നാൽ ഒരേ പദത്തിലല്ല. തഅലമൂ എന്നുള്ളത് വേറെ പദം, അന്ന എന്നുള്ളത് വേറെ പദം. അപ്പോൾ മദ്ദും ഹംസയും, നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്നു, വ്യത്യസ്ത പദങ്ങളിലാണ്. അങ്ങനെയാവുമ്പോൾ അവിടെ 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമില്ല. മദ് മുൻഫസിൽ എന്നാണ് അതിന് പറയാം. അപ്പോൾ ലി തഅലമൂ അന്ന, അന്ന നൂനിൻ്റെ ശബ്ദ മണിക്കുക. അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, ശേഷം ഖാഫാണ്. തൻവീനിന് ശേഷം ഖാഫ് വന്നാൽ ആ തൻവീനിനെ ഇഖ്ഫാ ചെയ്യണം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കണം. അപ്പോൾ ഷൈഇൻ, ഷൈഇൻ, ഷൈഇൻ ഖദീറുൻ വ അന്ന, അവിടെ ഖദീറുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനാണ്, ശേഷം വാവാണ്. വാവിൻ്റെ മുമ്പ് തൻവീന് വരുമ്പോൾ അതിനെ ആ വാവിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ഖദീറുൻ വ, ഖദീറുൻ വ.
വ അന്ന നൂനിൻ്റെ ശബ്ദം മണിക്കുക. വ അന്നല്ലാഹ ഖദ് ദാലിൻ്റെ സുക്കൂന് എടുത്ത് പറയണം, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, വെളിവാക്കി പറയണം. ഖദ് അഹാത്ത ബികുല്ലി ഷൈഇൻ, ഷൈഇൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, ശേഷം ഐനാണ്. ഇൽമ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഐനാണ്. അവിടെ ഇൽഹാറാണ് നിയമം. ഐനിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ഇൽഹാർ ചെയ്യണം. 6 അക്ഷരങ്ങളുടെ മുമ്പിൽ തൻവീനോ സുക്കൂനുള്ള നൂനോ വന്നാൽ ഇൽഹാർ ചെയ്യണം. ഏതൊക്കെ 6 അക്ഷരങ്ങൾ? ഹംസ ഹ, ഐൻ ഹ, ഗൈൻ ഹ. ഈ 6 അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിൻ്റെ മുമ്പ് തൻവീനോ സുക്കൂനുള്ള നൂനോ വന്നാൽ ഇൽഹാറാണ്. അപ്പോൾ ഇവിടെ ഐനിൻ്റെ മുമ്പ് തൻവീന് വന്നു, ഇൽഹാർ ചെയ്യണം. എങ്ങനെയാണ് ഇൽഹാർ ചെയ്യുക? എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾപ്പിക്കുക. ഷെയ് ഇൻ, ഷെയ് ഇൻ, ഇൻ എന്ന് പറയുമ്പോൾ അവസാനത്തിൽ ഒരു നൂനുണ്ടല്ലോ, നൂനിൻ്റെ ശബ്ദം. അപ്പോൾ ഷെയ് ഇൻ. ഇൽമൻ എന്നാണ് അവിടെ അവസാനത്തിൽ. അത് ഇൽമ എന്ന് പറഞ്ഞിട്ടാണ് പാരായണം നിർത്തുക. ഇൽമൻ എന്ന് എഴുതുമ്പോൾ തൻവീനാണ്, ഫത്തഹ് തൻവീനാണ്. ഫത്തഹ് തൻവീനിലുള്ള ഒരു ഭാഗത്ത് പാരായണം അവസാനിപ്പിക്കുമ്പോൾ അവിടെ ഫത്തഹ് ആക്കിയിട്ട് 2 അക്ഷരം നീട്ടുക. മദ് അഴിവദ് എന്നാണ് അതിന് പറയാം. അപ്പോൾ ഇൽമൻ എന്നല്ല പറയാം, ഇൽമ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പാരായണം നിർത്തുക. ഇനി അവിടെ നോക്കൂ, ഇൽമൻ എന്ന് എഴുതാതെ ആ 2 തൻവീനുകൾ എഴുതുന്നതിന് പകരം ആ തൻവീനിലെ ഒരു വരയും പിന്നെ ഒരു വാല് താഴേക്കുള്ള മീമും കാണാം. അതിൻ്റെ ഉദ്ദേശം അവിടെ പാരായണം നിർത്തുന്നവർക്ക് അത് ബാധകമല്ല. എന്നാൽ അടുത്ത സൂറത്തിലേക്ക് പാരായണം ചേർത്തി ഓതുമ്പോൾ അടുത്ത സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി അല്ലേ ഓതുക, അപ്പോൾ ബാ ആണ് പറയാം. അപ്പോൾ ഇവിടെ ഇൽമൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനും അടുത്ത സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മിയുടെ ബാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ബാഇൻ്റെ മുമ്പ് തൻവീന് ചേർത്തി ഓതുന്നവർക്ക് മാത്രം. ബാഇൻ്റെ മുമ്പ് തൻവീന്, ബാഇൻ്റെ മുമ്പ് തൻവീനോ സുക്കൂനുള്ള നൂനോ വന്നാൽ അവിടെ ആ നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റിമറിക്കണം. ഇഖ്ലാബ് എന്നാണ് അതിന് പറയാം. അങ്ങനെയുള്ളവർക്കാണ് അവിടെ ആ മീമ് കൊടുത്തത്. അപ്പോൾ അടുത്ത സൂറത്തിലേക്ക് നിർത്താതെ ചേർത്തി ഓതുകയാണെങ്കിൽ ഇൽമം ബിസ്മി, ഇൽമം ബിസ്മില്ലാഹി അങ്ങനെ ഓതിപ്പോവാണ് ചെയ്യുക. അവിടെ ഇൽമൻ എന്ന് പറയാതെ ഇൽമം മീമിലേക്ക് അങ്ങ് ശബ്ദം കൊണ്ടുപോവുക. അതിനെ സൂചിപ്പിക്കാനാണ് അവിടെ ആ ഒരു മീം ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുല്ലസീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർദി മിസ്ലഹുന്ന യതനസ്സലുൽ അംറു ബൈനഹുന്ന ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീറുൻ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. ഇനി ഗ്രാമർ നോക്കുകയാണെങ്കിൽ അല്ലാഹുല്ലസീ എന്ന് പറയുമ്പോൾ അല്ലാഹു എന്നുള്ളത് മുബ്തദാണ്, അല്ലസീ എന്നുള്ളത് ഖബറാണ്. ഇസ്മു മൗസൂലിയായിട്ടുള്ള അല്ലസീ എന്നുള്ളത് ഖബറാണ്. ഖലഖ അവൻ സൃഷ്ടിച്ചു. അപ്പോൾ അവിടെ അവൻ എന്നുള്ളത് അവിടെ ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഫായില് പ്രവൃത്തി ചെയ്യുന്ന ആൾ, സബ്ജക്റ്റ്, അത് അതിനകത്ത് ഒളിഞ്ഞിരിക്കുകയാണ്. ഹുവ എന്നുള്ളതാണ് അവിടെ ഫായിലായിട്ട് വരിക. ഇനി അവൻ സൃഷ്ടിച്ചു. എന്തിനെയാണ് സൃഷ്ടിച്ചത്? സബ്അ, 7 എണ്ണത്തെ. അപ്പോൾ ആ 7 എന്നുള്ള സബ്അ എന്നുള്ള പദമാണ് മഫ്ഊലുൻ ബിഹി. മഫ്ഊലുൻ ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. അതുകൊണ്ടാണ് അവിടെ സബ്അ എന്ന് അതിന് ഫതഹ് ഇട്ടിട്ട് എഴുതിയത്, സബ്അ എന്ന്. സബ്അ സമാവാത്ത് എന്ന് പറയുമ്പോൾ ആ സബ്അ എന്നുള്ളതിനെ സമാവാത്തിലേക്ക് ചേർത്തു. മുലാഫിൻ ഇലൈഹി പദപ്രയോഗമാണ്. മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും, സാധാരണ കസ്ർ കൊണ്ടോ കസ്ർ തൻവീൻ കൊണ്ടോ. അപ്പോൾ ഇവിടെ സമാവാത്ത് എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്. അതുകൊണ്ടാണ് സമാവാത്തിൻ അവിടെ അവസാനത്തിൽ കസ്ർ തൻവീൻ ഇട്ട് എഴുതിയത്. ഈ അവസാനത്തിൽ അലിഫും താവും പദങ്ങളിൽ അവസാനിക്കുന്ന ബഹുവചന രൂപങ്ങൾക്ക് നെസ്ബ് കൊടുക്കാനും ജറ് കൊടുക്കാനും കസ്റോ കസ്ർ തൻവീനുമാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ സമാവാത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ കസ്ർ തൻവീന് കണ്ടതുകൊണ്ട് അത് ജറാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ജറാവാം, നെസ്ബാവാം. പക്ഷേ ഇവിടെ സബ്അ സമാവാത്തിൻ എന്നുള്ളിടത്ത് സമാവാത്ത് എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയുടെ സ്ഥാനത്തായതുകൊണ്ട്, മുലാഫിൻ ഇലൈഹി ആയതുകൊണ്ട് പിന്നെ സംശയിക്കാനില്ല, അതിന് ജറേ കിട്ടുള്ളൂ. ഇനി വമിനൽ അർദി, അർദു എന്നുള്ളതിന് എങ്ങനെയാണ് അർദി എന്ന് കസ്റിട്ട് എഴുതിയത്? അത് മിൻ വന്നതുകൊണ്ടാണ്. മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. അതുകൊണ്ടാണ് മിനൽ അർദി എന്നുള്ള രൂപത്തിൽ അവസാനത്തിൽ അർദിനെ കസ്റിട്ട് എഴുതിയത്. മിസ്ലഹുന്ന, ശരിക്ക് ഈ മിസ്ല എന്നുള്ള പദം ആ സബ്അ എന്നുള്ള പദത്തിലേക്ക് ചേർക്കപ്പെട്ടതാണ്. അള്ളാഹു സൃഷ്ടിച്ചു. എന്തിനൊക്കെയാണ് സൃഷ്ടിച്ചത്? 7 ആകാശത്തെയും മിസ്ലഹുന്ന അതുപോലെയുള്ളതിനെയും. അപ്പോൾ അതുപോലെയുള്ളതിനെയും സൃഷ്ടിച്ചു. അപ്പോൾ ഈ ഒരു മിസ്ല എന്നുള്ളത് സബ്അ എന്നുള്ളതിലേക്ക് മഅതൂഫ് എന്ന് പറയും, ചേർക്കപ്പെട്ടതാണ്. യതനസ്സലുൽ അംറു, യതനസ്സലു അവതരിക്കുന്നു, ഇറങ്ങുന്നു. അൽ അംറു എന്താണ് ഇറങ്ങുന്നത്? അൽ അംർ നിർദ്ദേശങ്ങൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളാണ് അവതരിക്കുന്നത്. അപ്പോൾ ആ അംർ എന്നുള്ളത് അവിടെ സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ഫായിലാണ്, കർത്താവാണ്. ആരാണ് ഇറങ്ങുന്നത്? അംറാണ് ഇറങ്ങുന്നത്, കൽപ്പനാ നിർദ്ദേശങ്ങളാണ് ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അംർ എന്നുള്ളത് സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ഫായിലാണ്.
ബൈനഹുന്ന, ബൈന എന്ന് പറയുമ്പോൾ ഇടയിൽ, ഇടയിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനല്ലേ, അതുകൊണ്ട് അത് ലർഫ് മെക്കാനാണ്. ലർഫ് മെക്കാനും ഉണ്ട്, ലർഫ് സമാനും ഉണ്ട്. ഒരു കാലത്തെ കുറിക്കുന്നതാണെങ്കിൽ ലർഫ് സമാനാണ്, ഒരു സ്ഥലത്തെ സ്ഥാനത്തെ കുറിക്കുന്നതാണെങ്കിൽ ലർഫ് മെക്കാനാണ്. ഇപ്പോൾ തഹത്ത, ഫൗക്ക, താഴെ, മുകളിൽ എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു സ്ഥാനത്തെ, ഒരു സ്ഥലത്തെയാണ് കുറിക്കുന്നത്, അതൊക്കെ ലർഫ് മെക്കാനാണ്. അതേസമയം ലർഫ് സമാനുണ്ട്, ഒരു കാലത്തെ കുറിക്കുന്ന, ഒരു സമയത്തെ കുറിക്കുന്ന പദങ്ങളുണ്ട്. ആ വേളയിൽ, ആ സമയത്ത്, ഇസാ എന്നൊക്കെ പറയില്ലേ, ഇത് എന്നൊക്കെ പറയില്ല, അതൊക്കെ ഒരു സമയത്തെ, ഒരു കാലത്തെ കുറിക്കുന്ന പദങ്ങളാണ്, അതൊക്കെ ലർഫ് സമാനാണ്. ലി താലമു എന്നെടുത്തു കഴിഞ്ഞാൽ ശരിക്ക് താലമൂന എന്നാണ് അവിടെ, അതിൻ്റെ മുമ്പിലാണ് ലി വന്നത്. ലി മാത്രമല്ല, ലി അൻ എന്നുണ്ട്, ആ ലാമിന് ലാമു താലീൽ എന്നാണ് പറയാം. അപ്പോൾ ലി അൻ താലമൂന എന്നുള്ളതാണ് ലി താലമു എന്നായി മാറിയത്. അന്നിന് ശേഷം വരുന്ന മുലാരിയായിട്ടുള്ള ക്രിയകൾക്ക് നെസ്ബ് കിട്ടും. വാവിലും നൂനിലും അവസാനിക്കുന്ന മുലാരിയായിട്ടുള്ള ക്രിയകളാണെങ്കിൽ അവസാനത്തെ നൂനിനെ കളഞ്ഞിട്ടാണ് നെസ്ബ് കൊടുക്കുക, അതാണ് നെസ്ബിൻ്റെ അടയാളം, ആ നൂനിനെ കളയുക എന്നുള്ളത്. അപ്പോൾ ലി അൻ അല്ലെങ്കിൽ ലി വന്നതുകൊണ്ടാണ് അവസാനത്തെ നൂന് പോയത്. ലി ഇല്ലാതെ പറയുമ്പോൾ തഅലമൂന എന്ന് പറയും, ലി ചേർത്തിട്ട് പറയുമ്പോൾ ലി തഅലമൂ എന്ന് പറയും. ശരിക്കും ലി അൻ തഅലമൂ എന്നാണ് മനസ്സിലാക്കുക. അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ശരിക്കും അവിടെ അന്നല്ലാഹ ഖദീറുൻ അലാ കുല്ലി ഷൈഇൻ എന്നാണ്. അപ്പോൾ അന്ന എന്നോ ഇന്ന എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന അത് എന്തിനെക്കുറിച്ചാണോ പറയുന്നത് ആ ഇസ്മിനെ അന്നയുടെ അല്ലെങ്കിൽ ഇന്നയുടെ ഇസ്മ എന്ന് പറയും. അതിൻ്റെ വിവരണത്തിന് അന്നയുടെ ഖബർ അല്ലെങ്കിൽ ഇന്നയുടെ ഖബർ എന്ന് പറയും. അപ്പോൾ ഇവിടെ അന്നല്ലാഹ ഖദീർ എന്നെടുത്തു കഴിഞ്ഞാൽ അന്നയുടെ ഇസ്മായിട്ട് വന്നത് അള്ളാഹു എന്നുള്ള ലഫ്ദുൽ ജലാൽ, അള്ളാഹുവിൻ്റെ പേരാണ്, അതാണ് അന്നയുടെ ഇസ്മ്. അത് അന്നയുടെ ഇസ്മായിട്ട് വരുന്ന പദത്തിന് എപ്പോഴും നെസ്ബാണ് കിട്ടുക. അതുകൊണ്ട് അന്നല്ലാഹു എന്ന് പറയില്ല, അന്നല്ലാഹ, നെസ്ബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഫത്ത് കിട്ടത്. ഖദീറുൻ അത് അന്നയുടെ ഖബറാണ്, അത് അതിൻ്റെ വിവരണമാണ്. അപ്പോൾ അന്നയുടെ ഖബറാണ്, അതിന് റഫ് കിട്ടി. അപ്പോൾ ഇന്നയാണെങ്കിലും അന്നയാണെങ്കിലും അതിൻ്റെ ഇസ്മിന് നെസ്ബായിരിക്കും, ഖബറിന് റഫ് ആയിരിക്കും. ഇന്നല്ലാഹ ഗഫൂറുൻ എന്നാ പറയാം. അതേപോലെ അന്നല്ലാഹ ഖദീറുൻ ആ രൂപത്തിലാണ് പറയാം. അതിൻ്റെ ഇടയിൽ ഒരു അലാ കുല്ലി ഷൈഇൻ കയറി വന്നു. അലാ എന്നുള്ളത് ഹർഫ് ജറാണ്, അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. അതുകൊണ്ട് കുല്ലു എന്ന് പറയില്ല, കുല്ലി എന്നാക്കി. അലാ കുല്ലി എന്നേ പറയുള്ളൂ, അലാ കുല്ലു എന്ന് പറയില്ല. അല വന്നതുകൊണ്ടാണ് കുല്ലി എന്ന് എഴുതിയത്. ഇനി കുല്ലു ഷെയ്ഇൻ അല്ലെങ്കിൽ കുല്ലി ഷെയ്ഇൻ എന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആ കുല്ലി എന്നുള്ള വാക്കിനെ ഷെയ്ഇലേക്ക് ചേർത്തു, മുലാഫ് മുലാഫിൻ ഇലൈഹി. അതുകൊണ്ട് ഷെയ്ഇ എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്. ആ മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കണം, അതുകൊണ്ടാണ് ഷെയ്ഇൻ എന്നെഴുതിയത്. ഇനി അല അവിടെ ഇല്ലാതെ എല്ലാ കാര്യവും എന്ന് പറയാൻ വേണ്ടിയിട്ട് കുല്ലു ഷെയ്ഇൻ എന്നാണ് പറയാം. അല ചേരുമ്പോൾ അല കുല്ലി എന്നാവും, അല ഇല്ലാതെ കുല്ലു ഷെയ്ഇൻ എന്നാണ് വരിക. ഇനി അടുത്ത ഭാഗം വ അന്നല്ലാഹ, വാവ് അത്തഫിൻ്റെ വാവാണ്. അന്നല്ലാഹ അവിടെയും അന്നല്ലാഹ എന്ന് വന്നു, അന്നയുടെ ഇസ്മായിട്ടാണ് അള്ളാഹു എന്ന് വന്നത്, അതിന് നെസ്ബ് കിട്ടണം, അതുകൊണ്ടാണ് അന്നല്ലാഹ എന്നെഴുതിയത്. ഖദ് അഹാത്ത ബി കുല്ലി ഷെയ്ഇൻ, അവിടെയും കുല്ലി ഷെയ് വന്നു. അവിടെ അലാ കുല്ലി ഷെയ്ഇൻ അല്ല, ബി കുല്ലി ഷെയ്ഇൻ എന്നാണ്. എല്ലാ കാര്യത്തിനും അല്ലെങ്കിൽ എല്ലാ കാര്യത്തെപ്പറ്റിയും, അള്ളാഹുവിൻ്റെ അറിവ് എല്ലാ കാര്യത്തെപ്പറ്റിയുമുണ്ട്. അപ്പോൾ ബി കുല്ലി ഷെയ്ഇൻ, എല്ലാ കാര്യത്തെപ്പറ്റിയും അള്ളാഹുവിൻ്റെ അറിവുണ്ട്. അവിടെ ആ ബി എന്നുള്ളത് ഹർഫ് ജറാണ്, അതുകൊണ്ടാണ് കുല്ലു എന്നെഴുതാതെ കുല്ലി എന്നെഴുതിയത്. അതേപോലെ കുല്ലി ഷെയ്ഇൻ എന്നെടുത്തു കഴിഞ്ഞാൽ ഷെയ്ഇ എന്നുള്ളത് അത് മുലാഫിൻ ഇലൈഹിയാണ്, അതുകൊണ്ടാണ് ഷെയ്ഇൻ, അതിന് ജറ് കിട്ടിയത് അതുകൊണ്ടാണ്. അവസാനത്തുള്ള ആ കസ്ർ തൻവീനെ ജറിനെ സൂചിപ്പിക്കാനാണ്. ഇൽമ എന്നുള്ളത് അഹാത്ത എന്നുള്ളതിൻ്റെ മഫ്ഊലുൻ ബിഹിയാണ്. അഹാത്ത വലയം ചെയ്തിട്ടുണ്ട്. എന്തിനെയാണ് വലയം ചെയ്തത്? ഇൽമൻ അറിവിനെ, അല്ലെങ്കിൽ അറിവ് കൊണ്ട്, അറിവിനാൽ. അപ്പോൾ ആ അറിവ് എന്നുള്ളത് അത് ഒബ്ജക്റ്റാണ് അല്ലെങ്കിൽ മഫ്ഊലുൻ ബിഹിയാണ്, അതുകൊണ്ടാണ് അതിന് നെസ്ബ് കിട്ടിയത്. നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫത്ത് തൻവീൻ ഇട്ട് കൊടുത്തത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.